ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെയാണ് ബ്രസീൽ നെയ്മറുടെ ഇഞ്ചുറി കൺഫേം ചെയ്തത്. ഗ്രേഡ് 2 ഇഞ്ചുറിയാണ് നെയ്മറെ പിടികൂടിയിട്ടുള്ളത്. ബ്രസീലിൻ്റെ 2 സൗഹൃദ മത്സരങ്ങളും വേൾഡ് കപ്പിലെ ആദ്യത്തെ മത്സരവും നെയ്മർക്ക് നഷ്ടമാകും എന്നാണ് ഗ്ലോബോ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു ഇഞ്ചുറിയാണ് നെയ്മർക്ക് ഇപ്പോൾ ഏറ്റിട്ടുള്ളത്. ഈ വിഷയത്തിൽ UOL ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സാന്റോസ് നെയ്മറുടെ കാര്യത്തിൽ കാർലോ ആഞ്ചലോട്ടിയെയും CBFനെയും അഥവാ ബ്രസീലിനെയും പറ്റിച്ചു എന്നാണ് UOL ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നെയ്മർക്ക് ചെറിയ ഫിസിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഇഞ്ചുറി മാത്രമാണ്, നെയ്മറുടെ കാഫിന് ചെറിയ ഒരു ഇഞ്ചുറി മാത്രമാണ് എന്നായിരുന്നു സാന്റോസ് അറിയിച്ചിരുന്നത്. പക്ഷെ ബ്രസീൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി നോക്കിയപ്പോഴാണ് നെയ്മറുടെ പരിക്കിന്റെ ആഴം വ്യക്തമായത്. അതായത് നെയ്മർക്ക് കുറച്ചധികം വിശ്രമം ആവശ്യമായി വരികയാണ്. അതുകൊണ്ടാണ് സാന്റോസിനെതിരെ ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നത്. ഒന്നുകിൽ സാന്റോസ് വളരെ ഫേക്ക് ആയിക്കൊണ്ടുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് സൃഷ്ടിച്ചെടുത്ത് CBFന് നൽകി, അതല്ലെങ്കിൽ നെയ്മറുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് പറഞ്ഞു പരത്തി. അതല്ല എങ്കിൽ മറ്റുള്ള ഒരു ഓപ്ഷൻ സാന്റോസിന്റെ മെഡിക്കൽ ടീം അവർ അത്രയധികം മോശമാണ്, വളരെയധികം വീക്കാണ്, നെയ്മറുടെ പരിക്കിന്റെ ഒരു സീരിയസ്നെസ് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന 2 ഓപ്ഷനുകളാണ് ഇവിടെയുള്ളത്. അതായത് ഒന്നുകിൽ ഫേക്ക് റിപ്പോർട്ടാണ് സാന്റോസ് നൽകിയിട്ടുള്ളത്, അതല്ലെങ്കിൽ നെയ്മറുടെ ഈ പരിക്കിനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അത്തരത്തിലുള്ള 2 ഓപ്ഷനുകളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് UOL പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നെയ്മറുടെ പരിക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാത്തതിൽ ഇപ്പോൾ CBFന് സാന്റോസിനോട് വലിയ ദേഷ്യമുണ്ട്. ഇന്നലെ സാന്റോസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കിയിരുന്നു. ഇതെല്ലാം തള്ളിക്കളയുകയും ചെയ്തിരുന്നു. പക്ഷേ CBFും കാർലോ ആഞ്ചലോട്ടിയും ഇപ്പോൾ സാന്റോസിന്റെ ഒരു പിടിപ്പ് കേട് വിശ്വസിക്കുന്നു എന്നാണ് UOL റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ESPNും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ജൂൺ 12-ാം തീയതി വരെയാണ് നെയ്മർ ജൂനിയർക്ക് സമയമുള്ളത്. അതിനകം അദ്ദേഹം തന്റെ മുഴുവൻ ഫിറ്റ്നസ് വീണ്ടെടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ വേൾഡ് കപ്പ് ടീമിൽ നെയ്മർ ജൂനിയർ തുടരും. ഇനി അതല്ല, ജൂൺ 12-ാം തീയതിക്ക് മുന്നേ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, പരിക്ക് അപ്പോഴും നെയ്മറെ അലട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ നെയ്മറെ ഒഴിവാക്കുന്ന കാര്യം കാർലോ ആഞ്ചലോട്ടി പരിഗണിച്ചേക്കും എന്നുള്ളത് കൂടി ESPN ബ്രസീൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.